കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര നഗരസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരുമുറുകുകയാണ്. UDF-ൽ നിന്നും ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF. LDF മാറി മാറി ഭരിക്കുന്ന രാമനാട്ടുകരയിൽ ഇത്തവണ ആര് അധികാരത്തിലെത്തുമെന്ന ആകാംക്ഷ ജനങ്ങൾക്കുണ്ട്. രാമനാട്ടുകര ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയായി ഉയർത്തിയ ശേഷം നടന്ന 2015-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നായിരുന്നു വിജയം. എന്നാൽ 2020-ൽ 31 വാർഡുകളിൽ 17 എണ്ണം നേടി UDF നഗരസഭാ ഭരണം കൈക്കലാക്കി. LDF-ന് 14 വാർഡുകളാണ് ലഭിച്ചത്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിക്കുന്ന രാമനാട്ടുകര നഗരസഭയിൽ പലയിടങ്ങളിലും 2ാം സ്ഥാനത്ത് വരെ എത്തിയെങ്കിലും ഇതുവരെ ഒരു വാർഡ് സ്വന്തമാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് രാമനാട്ടുകര നഗരസഭയുടെ പുതിയ കാര്യാലയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. പുതിയ കെട്ടിടം UDF-ഉം LDF-ഉം അവരുടെ വികസന നേട്ടമായി കരുതുന്നു. ജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കി നൽകിയ UDF ഭരണത്തിൽ അവർ തൃപ്തരാണെന്ന് രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ VM പുഷ്പ പറഞ്ഞു. നഗരസഭയിലെ 31 ഡിവിഷനിലും ഒട്ടനവധി റോഡുകളായാലും പാലങ്ങളായാലും എല്ലാ മേഖലയിലും തൊട്ടും കൊണ്ടാണ് ഈ ഭരണസമിതി ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതികളും രാമനാട്ടുകര നഗരസഭയിൽ പ്രാവർത്തികമാകുന്നില്ലെന്നും കഴിഞ്ഞ 5 വർഷമുണ്ടായത് അഴിമതി നിറഞ്ഞ ഭരണമാണെന്നും LDF കൗൺസിലർ ഗീത പറഞ്ഞു. ഇപ്പം അതിദരിദ്രരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് അവർക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്കിപ്പം രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയിട്ടില്ല. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ 69ാമത്തെ മുനിസിപ്പാലിറ്റി ആയിട്ടാണ് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. LDF-ഉം UDF-ഉം മാറി മാറി അധികാരത്തിലെത്തുന്ന രാമനാട്ടുകരയിൽ വികസന മുരടിപ്പാണെന്ന് BJP ആരോപിച്ചു. ജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്ന സ്റ്റേഡിയം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പൊതുശ്മശാനം വേണമെന്നുള്ള ആവശ്യവും ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നും BJP പ്രാദേശിക നേതാവ് PM വേണുഗോപാലൻ പറഞ്ഞു. വികസനം എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള വികസനം ആണ് നടന്നിട്ടുള്ളത്. ആന്തരികമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പാവപ്പെട്ട ഈ കോളനികളും അതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അവികസിതമായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ടപ്പെട്ട രീതിയിൽ ഫണ്ട് വിനിയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. വാർഡ് വിഭജനത്തിന് ശേഷം രാമനാട്ടുകരയിലെ 31 വാർഡുകൾ 32ആയി മാറിയിട്ടുണ്ട്. വാർഡുകളുടെ എണ്ണം കൂടിയതോടെ UDF-ഉം LDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന രാമനാട്ടുകരയിൽ ഇത്തവണ ആര് വരുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ജനങ്ങൾക്കും കഴിയുന്നില്ല. വാർഡ് മുറിച്ചുകൊണ്ട് അങ്ങനെ മുറിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ 2-3 സീറ്റിന്റെ വ്യത്യാസമാണല്ലോ, അത് ആർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 25 വർഷം, നേരത്തെ 25 വർഷം കൊണ്ട് ഉണ്ടാക്കിയ പുരോഗതി ഈ 5 വർഷം കൊണ്ട് എൻ്റെ ഉണ്ടാക്കുന്നു. ഇപ്പം പിണറായിൻ്റെ ഭരണത്തിൽ നമുക്ക് നീതിപ്പണം കൂടി, കറണ്ട് ബില്ല് കൂടി, വെള്ളക്കരം കൂടി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണക്കാരനുള്ള ഒരു വീട് വാങ്ങിയാൽ രജിസ്റ്റർ ചെയ്യാൻ പോലും സാഹചര്യം പറ്റുന്നില്ല. വലിയ റേറ്റാണ് വരുന്നത്. രാമനാട്ടുകര നഗരസഭയിൽ ഇത്തവണയും UDF-ഉം LDF-ഉം തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. തങ്ങൾക്ക് മുൻതൂക്കമുള്ള ഡിവിഷനുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്കുമുണ്ട്. വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.